ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ രതീഷിനോട് പറയുന്നുണ്ട്, രതീഷ്, ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് സേവിയർ, ഈ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യണം. അത് മാത്രല്ല, ഈ കാര്യങ്ങളൊക്കെ ഈ CCTV ഉള്ള സ്ഥലങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പകർത്താനായിട്ട് അതിവിദഗ്ധനാണ്. ഞാൻ അവന്റെ സഹായം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവൻ എന്നെ സഹായിക്കാൻ പറ്റുമെന്നാണ്. അത് നന്നായി കിരൺ സാറേ. എന്തായാലും ആ രാഹുൽ എവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. എനിക്ക് നല്ല സംശയമുണ്ട് ഇതിന് പിന്നിൽ ആ സരയു ആണോന്ന് എന്ന് രതീഷ് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, സരയു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല രതീഷെ. പിന്നെ രതീഷൊക്കെ ഇങ്ങനെ സരയുവിനെ സംശയിക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. മുമ്പ് കല്യാണിക്ക് അപകടം പറ്റിയപ്പോ അതിന് പിന്നിൽ സരയു ആയിരുന്നു. അതെ സാറേ, അത് തന്നെയാ എന്റെ വലിയ പ്രശ്നം. പിന്നെ നിങ്ങളൊക്കെ അവള് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിൽ വലിയ വിശ്വാസമില്ല. രാഹുൽ ഇതിപ്പോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മകൾ സരയുവിന് വേണ്ടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. അല്ല, സരയുവിന് വേണ്ടി അയാൾ എന്തിനെ കല്യാണിനെ കൊല്ലണത്? അതെന്താന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയില്ലേ? കല്യാണി എങ്ങാനും ഇല്ലാതായി കഴിഞ്ഞാൽ സരയുവിന് സാറിന്റെ ഭാര്യ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമെന്ന് അയാൾ സ്വപ്നം കണ്ടു കാണുമായിരിക്കും. അതായിരിക്കും. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇവർക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് രതീഷെ. എന്റെ കല്യാണിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒരിക്കലും ഞാൻ വേറൊരാളെ വിവാഹം കഴിക്കില്ല. കല്യാണിന്റെ സ്ഥാനത്ത് വേറൊരാളെ ചിന്തിക്കാൻ പോയിട്ട് അങ്ങനെ പറയാൻ പോയി എനിക്ക് തോന്നുന്നില്ല. ഇവർക്കൊന്നും എന്നെ മനസ്സിലാവാത്തോണ്ടാ ഇങ്ങനെയൊക്കെ വിചാരിക്കണത് എന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കിരൺ സേവിയർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ വിളിക്കാണ്. ഹലോ എടാ, എനിക്ക് ഒരു സഹായം കൂടി നീ ചെയ്യണം. എന്റെ ഭാര്യ ഇപ്പൊ ഹോസ്പിറ്റലാണ്. അവൾക്ക് വലിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അവളെ അപായപ്പെടുത്തിയതാണ് എന്റെ അമ്മാവെന്ന് പറഞ്ഞ രാഹുല്. അതിനുശേഷം അയാൾ ഒരു ഓട്ടോയിൽ കയറി പോവായിരുന്നു. ജംഗ്ഷൻ വരെയുള്ള ദൃശ്യങ്ങൾ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അയാൾ എവിടെയാണ് പോയെന്നോ എനിക്കറിയില്ല. അയാൾ എവിടെയാ പോയെന്നോ ഒന്ന് നോക്കാവോ നീ? എന്നിട്ട് അയാളുടെ സങ്കേതം എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് സാധിക്കോ? എടാ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നാ സേവിയർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനും പറയാണ്. കിരൺ പറയണ്ടേ, എന്തായാലും നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാം രതീഷ്. അല്ല സാറേ, പ്രകാശൻ, അതായത് കല്യാണിയുടെ അച്ഛനോട് നമ്മൾ എത്ര നേരം ഈ സത്യം പറയാതിരിക്കും? അറിയില്ല, എന്തായാലും പോണിടത്തോളം പോട്ടെ. അവളാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ അവളുടെ അച്ഛനെ വിളിക്കുന്നതാ, മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് വിളിക്കാത്തോണ്ട് ചിലപ്പോ അച്ഛനെ സംശയം കാണുമായിരിക്കും. എന്തായാലും നമ്മളായിട്ട് ഒന്നും അറിയിക്കേണ്ട എന്ന് കിരൺ പറയാണ്. ആ സമയത്ത് കിരൺ ഒരു കോള് വരുവാണ്, ആ ആയിട്ട് വിളിക്കുന്നത്. ഹലോ, ഇത് കിരൺ അല്ലേ? അതെ, ഞാനിവിടുത്തെ CA മാർട്ടിനാണ്. ആ പറഞ്ഞു സർ. കിരൺ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും കാണണോ എന്നല്ലോ, ഒന്ന് ഇവിടെ വരെ വരാവോ? സർ, ഇപ്പൊ തന്നെ വരണോ? അതെന്താ, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട സർ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ്. രതീഷ് ചോദിക്കണ്ട്, ആ CA മാർട്ടിനാണല്ലേ വിളിച്ചത്? അതെ, അയാൾക്ക് എന്നെ കാണണം പോലും. സാർ ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ ഇപ്പൊ കാദംബരിയും അതുപോലെ തന്നെ കാർത്തിക ഇപ്പൊ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കാദംബരി ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. സാർ സ്റ്റേഷനിൽ പോയിട്ട് എന്താന്ന് കാര്യമൊന്നും അറിയില്ലല്ലോ. സാർ പോയിട്ട് അന്വേഷിച്ചിട്ട് വാ. അയാളെങ്കിൽ ഫോണിലൂടെ ഒന്നും പറയത്തുമില്ല. ശരി രതീഷ്, എന്ന് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. രതീഷ് ഹോസ്പിറ്റലിലേക്കും പോകുന്നു കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ CA വീണ്ടും വീണ്ടും കിരണിനോട് ചോദിച്ച കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഗംഗപ്രസാദിനെ കൊന്നിരുന്നു, നീയാണോ അത് ചെയ്തത്? ചെയ്തെങ്കിൽ നീ ഡെഡ് ബോഡി എവിടെയാണ് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് CA. അത് കേൾക്കണ കിരൺ പറയണ്ട, സാറേ എനിക്കിപ്പോ ഇതിനൊന്നും മറുപടി പറയാനില്ല. ഞാൻ ഇതിനുള്ള മറുപടി സാറിന് 100 വട്ടം പറഞ്ഞാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അയാളെ ഞാൻ കൊന്നിട്ടില്ല സാറേ. പിന്നെ ഇപ്പൊ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിക്കല്ലേ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. മാനസികാവസ്ഥ എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോ, എന്റെ ഭാര്യ കുത്തേറ്റ് ഹോസ്പിറ്റലാണ്, സീരിയസ് ആണ്. ആർക്ക്? കല്യാണിക്കോ? കല്യാണിക്ക് എന്താ സംഭവിച്ചത്? അവളും ഞാനും കൂടി ഞങ്ങൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത സൈറ്റിലേക്ക് ഒന്ന് പോയതാണ്. അവിടെ വെച്ചിട്ട് ഇവിടെ പരോളിലിറങ്ങിയ ഒരാളുണ്ടല്ലോ, രാഹുൽ, അയാള് അവളെ കുത്തുകയായിരുന്നു സാറേ. എന്നിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. എന്റെ ഭാര്യയുടെ കരളിലാണ് കുത്തുകൊണ്ടത്. അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് സാർ എന്നെ വിളിച്ചത്. എന്റെ മാനസികാവസ്ഥ സാറിന് ആലോചിച്ച് നോക്ക്. എന്റെ കല്യാണിയാണ് എന്റെ ജീവിതം, ജീവൻ. അതുകൊണ്ട് പ്ലീസ് സാറേ, ഞാനൊന്ന് പോയിക്കോട്ടെ. ശരി, നീ എന്നാ പോയിക്കോ. പിന്നെ ആ രാഹുലാണ് ഇത് ചെയ്തതെന്ന് നിനക്ക് ഉറപ്പാണല്ലോ അല്ലെ? അതെ സാറേ, ഞാൻ കണ്ടത്, ഞാൻ അയാളെ പിടിച്ചതുമാണ്. ആ സമയത്ത് കല്യാണി നിലത്ത് കിടന്ന ജീവന് വേണ്ടി പെടയുമായിരുന്നു. അപ്പൊ ഞാൻ രാഹുലിനെ പിടിവിട്ടു. കല്യാണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു എന്റെ ആദ്യ ലക്ഷ്യം. ശരി, നീ എന്നാ അങ്ങോട്ട് പോയിക്കോ. രാഹുലിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ്. അതിനുശേഷം CA ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിക്കാണ്. കാരണം ഈ ഗംഗപ്രസാദ് രാഹുൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതറിയാലോ. അങ്ങനെ കിരൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ കല്യാണിക്ക് കുത്തുകൊണ്ട കാര്യം CA അറിയാണ്. CA വഴി ആ വാർഡൻ അറിയാണ്. വാർഡൻ അപ്പൊ തന്നെ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണ്. എടാ വിക്രമേ, ആ എന്താ സാറേ? ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടില്ല, ഒരു തടിയൻ രാഹുല്. അയാള് പണി പറ്റിച്ചോലോടാ. എന്താ സാറേ? അങ്കിൾ എന്ത് ചെയ്തു? അങ്കിളോ? കൊലയാളി. എന്താ എന്താ സാറേ, എന്താ സംഭവിച്ചത്? നിന്റെ പെങ്ങളുണ്ടല്ലോ കല്യാണി, ആ പാവപ്പെട്ട പെൺകുച്ചി. ആ പെൺകുച്ചിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് 100 നാവാണ്. ഇതുപോലത്തെ നല്ലൊരു പെൺകുട്ടിനെ അധികം അങ്ങോട്ട് കാണാൻ കിട്ടില്ല. സാർ അവളെ പുകഴ്ത്താതെ കാര്യം പറ. നിന്റെ പെങ്ങൾ കല്യാണിയെ ആ രാഹുൽ എന്ന് പറഞ്ഞ തടിമാടൻ കുത്തിന്നാ കേട്ടത്.
കുത്തിന്നോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചിരിക്കാട്ടോ വിക്രം. എന്താണ് നിനക്ക് ചിരി വരുന്നുണ്ടോ? അയ്യോ ഇല്ല സാറേ, എനിക്ക് വിഷമമാണ്. എന്നിട്ട് എന്റെ പെങ്ങൾക്ക് എങ്ങനെയുണ്ട് സാറേ? അവള് അപകടനില തരണം ചെയ്തോ? ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലാണ്. അല്ല സാർ ഇതെങ്ങനെ അറിഞ്ഞു? സിയെ ഇപ്പോ കിരണിനെ വിളിച്ചിരുന്നു. ഗംഗപ്രസാദിന്റെ തിരോധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അത് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വിളിച്ചത്. ആ സമയത്താണ് ഈ വാർത്ത അറിഞ്ഞത്. ആണോ ഈശ്വര, അവൾക്കൊന്നും സംഭവിക്കല്ലേ. നിന്റെ മനസ്സിലെന്താന്നൊക്കെ എനിക്ക് അറിയാടാ എന്ന് പറഞ്ഞിട്ട് ആ വാർഡനെ അവിടുന്ന് പോവാണ്. വിക്രം മനസ്സിലാക്കണ ഹാവോ, അങ്ങനെ അങ്കിള് പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനി അടുത്തത് ഇനി അടുത്ത് ചിലപ്പോ ചന്ദ്രസേനൻ, പിന്നെ എന്റെ കാർത്തിക എന്ന് പറഞ്ഞ വൃത്തികെട്ടവള്, എല്ലാവരെയും അങ്കിള് കൊന്നിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ നിൽക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ കാർത്തികയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞ കാര്യം മോള് ചെയ്തായിരുന്നോ? എന്താ അച്ഛാ? അപ്പൊ മോളത് മറന്നോ? അച്ഛൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മോളെ ഇന്ന് വൈകിട്ട് ഞാനും നീയും കല്യാണി ലക്ഷ്മിയും അതുപോലെ തന്നെ കാദംബരി രതീഷും കിരണും എല്ലാം കൂടി ചേർന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞില്ലേ? നീ അത് മറന്നോ? കല്യാണി അടുത്ത് പറയാൻ വേണ്ടി ഞാൻ രാവിലെ പറഞ്ഞ് ഏൽപ്പിച്ചാണല്ലോ. അച്ഛൻ എന്നെ അവളെ വിളിച്ചിരുന്നു, അവള് ഫോൺ എടുത്തില്ല, ഫോൺ സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫോ? അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. അവൾ എന്താ ഇന്ന് വിളിക്കാത്തത്? സാധാരണ എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, മരുന്ന് കഴിച്ചോ, ഉച്ചക്ക് മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. ഇന്ന് ഇത്ര നേരത്തെ വിളി വന്നില്ല. അല്ല മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇനി വല്ല അസുഖം പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ലച്ചാ, അവള് ഓഫീസിൽ തിരക്കായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും അവൾ എന്നെ വിളിക്കാതിരിക്കാറില്ല. ഞാൻ അവളെ വിളിച്ചു നോക്കട്ടെ. അച്ഛൻ വിളിച്ചിട്ട് കാര്യമില്ല, അവളെ വിളിച്ചാൽ കിട്ടില്ല. അതെന്താ മോളെ അവളെ വിളിച്ചാൽ കിട്ടാത്തത്? എന്റെ ഫോൺ കണ്ടാലേ അവൾ എടുക്കും. അവളെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ അവളെ ഓഫീസിലേക്ക് പോകും. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അതെന്താ ഞാൻ പോയാലേ? അത് പിന്നെ നീ എന്തോ ഒളിക്കുന്നുണ്ട്. എനിക്കത് രാവിലെ തൊട്ട് മനസ്സിലായതാണ്. സത്യം പറ, കല്യാണിക്ക് എന്തിനു പറ്റിയോ? പറ, എന്റെ മോൾക്ക് എന്തിനു പറ്റിയോന്ന്. കാർത്തിക പറയണ്ട അച്ഛാ, അവൾക്ക് ചെറിയൊരു അപകടം പറ്റി, പേടിക്കാനൊന്നുമില്ല. എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അവളും കിരണും കൂടി സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ വെച്ചിട്ട് ആ രാഹുൽ പരോളിന് ഇറങ്ങിയിട്ടുണ്ടാവും, അയാള് കുത്തി. ഞാൻ അവൾക്ക് പറഞ്ഞതാണ് ഒറ്റയ്ക്ക് എവിടെയും പോവല്ലേന്ന്. കിരണും ഉണ്ടായിരുന്നു വെച്ചാ. ആരുണ്ടായിട്ട് എന്താ കാര്യം? എന്റെ മോൾക്ക് കുത്തു കിട്ടിയില്ലേ? എനിക്കിപ്പൊ എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണം. കല്യാണിനെ കാണാൻ വേണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോ കിരൺ അവിടെ ഉണ്ട്. അപ്പൊ കിരണിനോട് ചോദിക്കണ്ടേ, എന്താ മോനെ, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം. ഞാനിന്ന് മോളെയും കൂട്ടിക്കൊണ്ട് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവാന്നൊക്കെ പറയായിരുന്നു. അപ്പോഴാണ് ഈ സത്യം അറിഞ്ഞത്. എന്താ മോനെ, എന്താ പറ്റിയത്? അയാള് ആ പരോളിലിറങ്ങിയ ആള്, ആ രാഹുല് കല്യാണിനെ കുത്തി. എന്റെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അവളുടെ കരളിനെ അണച്ച കുത്തു കൊണ്ടത്. അതായത് ദീപയുടെ അതേ അവസ്ഥയാണെന്നാണ് മോൻ പറയണത്. ഏകദേശം. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. എനിക്ക് എന്റെ മോളെ കാണണം. ഞാൻ പറഞ്ഞതല്ലേ കിരണെ, ആ പരോളിൽ ഇറങ്ങിയ ആളെ സൂക്ഷിക്കണോന്ന്. അയാളെ മാത്രല്ല, ആ സ്റ്റെഫി എന്ന് പറഞ്ഞ അവള് പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ഗംഗയുടെ ഗുണ്ടകള് എല്ലാം കൂടി നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. കുറച്ചു ദിവസം ഓഫീസ് അടച്ചിട്ടാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ. നമ്മളെത്ര നല്ല പേടിച്ചിരിക്കും, അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കല്യാണിന് അങ്ങനെ ദൈവങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിളിക്കുന്നില്ല അച്ഛാ. കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. എന്നാലും ആ രാഹുൽ എന്ന് പറഞ്ഞവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടിട്ടായിരിക്കും, ആ സരൂരിന് വേണ്ടിയിട്ട്. നോയിക്കോ, ഇതിന് പിന്നെ അവള് തന്നെയാ ആ സരു. അവളായിരിക്കില്ല. അവളാവില്ലെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. അവള് തന്നെയാണ്. അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ ചെയ്തതാ നിന്നെ കിട്ടാനായിട്ട്. വെച്ചിട്ടുണ്ട് ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ കല്യാണിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറാണ്. അതേസമയം കിരണിന്റെ ഫ്രണ്ട് സേവിയർ വിളിക്കുന്നുണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുക്കാൻ രാഹുൽ എവിടെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ അതിലേക്ക് പോകുമ്പോഴേക്കും കിരൺ വേറൊരു സത്യം കൂടി മനസ്സിലാക്കും, ഇതിനെ പിന്നിലെല്ലാം സരയുവാണെന്ന്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.